ഇതാണ് തമ്പുരാന്റെ പള്ളിയറ. ഇവിടെ വെച്ചാണ് ആരുംകൊല നടന്നത്. കഷ്ടം തന്നെ. രാജവാഴ്ച ചിതലരിച്ചു. രാജസദസ് കൂടിയിരുന്നത് ഇവിടെയാ. ഓ എന്റെ കർത്താവേ, എന്തു ആനന്ദായത്! ഒരു അന്തവും ഇല്ലേ ഉറുമീസേ? ഓ, ഇത് ജനാധിപത്യമല്ല, രാജഭരണമാ. വരാ വരാ. ഒരു പ്രാണിവായി പോയ ഇതായിരുന്നു ഞങ്ങൾക്കെല്ലാം എല്ലാമായിരുന്നു ഉദയവർമ്മ തമ്പുരാൻ. ഓവറാവരുത് കേട്ടോ. എന്താ ഇത്? സാരില്ല, നമുക്ക് നടക്കാം. അച്ഛനെന്താ വല്ലാണ്ടിരിക്കണേ? സുഖയില്ലേ? കൊട്ടാരത്തിനകന്ന് തുറന്നു കണ്ടപ്പോ ആകെ തളർന്നു പോയി കുട്ടി. മാറാല പിടിച്ചു കിടക്കണ തമ്പുരാന്റെ ആ പാടം, ഓ, ആ മുഖത്തേക്കൊന്ന് നോക്കാനേ കഴിഞ്ഞുള്ളൂ. എന്നെ നോക്കി രാവുണ്ണീന്ന് വിളിക്കണ പോലെ ഒരു തോന്നല്. ഈ റിസീവർമാരൊക്കെ ഇനി കൊട്ടാരത്തിലാവോ താമസിക്കണേ? ആയിരിക്കും. ഇങ്ങനെ പൂട്ടിക്കിടക്കണേലും ഭേദം അതന്നെയാ. ആളനക്കെങ്കിലും ഉണ്ടാവുമല്ലോ. ഇനിയിപ്പോ കൊട്ടാരം സർക്കാർ ഏറ്റെടുത്ത സ്ഥിതിക്ക് നമ്മളെ ഇവിടുന്ന് ഇറക്കി വിടുവോ അച്ഛാ? പറഞ്ഞാൽ ഇറങ്ങ എന്നെ. പല പ്രാവശ്യം തമ്പുരാൻ പറഞ്ഞതാ ഈ വീടും പുരയിടവും എന്റെ പേരിൽ എഴുതിക്കൊള്ളാൻ. ഞാനാ സമ്മതിക്കാണ്ടിരുന്നത്. അന്നൊന്നും ഇങ്ങനെ വരുന്നു കരുതിയില്ലല്ലോ. ഇപ്പൊ തോന്നുന്നു മണ്ടത്തരായി. ഞാനില്ലാണ്ടായാൽ എന്റെ കുട്ടി. അച്ഛൻ പറയണത് അതിന് കടക്കണുണ്ടോന്ന് അറിയില്ല. എന്നാലും പറയാണ്ടിരിക്കാൻ വയ്യ എന്റെ കുട്ടിയെ. കിഴക്കേ കോവിലത്തെ കാര്യസ്ഥന് ഒരു മോനുണ്ട്. നല്ല പയ്യനാന്നാ കേട്ടെ. ഒന്ന് ആലോചിക്കട്ടെ. അപ്പോ അച്ഛൻ പറയണത് കൊച്ചുതമ്പുരാൻ തിരിച്ചു വരില്ലെന്നാണോ? മരിച്ചു എന്ന് എല്ലാരും പറയണത് സത്യാണോ? പറയച്ച. അങ്ങനെയൊന്നും അല്ല. നിന്റെ ഭാവിയെ കുറിച്ച് വേണ്ട, വേണ്ട. ഒന്നുമില്ലെങ്കിലും ഈ കാത്തിരിപ്പിന് വരുന്നൊരാശ്വാസമെങ്കിലും ഉണ്ടല്ലോ. അനന്തേട്ടൻ ഇപ്പൊ അങ്ങോട്ടൊന്നും കാണാനേ ഇല്ലല്ലോ. വരണമെന്ന് എപ്പോഴും വിചാരിക്കും. ആ കലങ്കോലപ്പെട്ട് കിടക്കുകയായിരുന്നില്ലേ കൊട്ടാരത്തിലെ സംഗതികളൊക്കെ. ഇപ്പോഴാണ് എല്ലാം ഒന്ന് നേരെ ചൊവ്വയായത്. രാജാവായിട്ട് വാഴയാണെന്ന് അറിഞ്ഞു. ഇത്രയും ദിവസമായിട്ട് എന്നെ ഒന്ന് അങ്ങോട്ട് കൊണ്ടുപോയി കാണിക്കണം തോന്നിയില്ലല്ലോ. തോന്നുമ്പോ നിന്നെ അങ്ങോട്ട് കെട്ടിയെടുക്കാൻ അതെന്താ എന്റെ അച്ചി വീടാ. മഹാരാജാവിന്റെ കൊട്ടാരം അത്. ഇറ്റ്സ് എ റോയൽ പാലസ്. ഓ, ഞാൻ വരുന്നില്ല. കൊണ്ടുപോവാടി. എല്ലാം ഒന്ന് നേരെ ചൊവ്വയാവട്ടെന്ന് കരുതി. പിന്നെ രാജാവും മന്ത്രിയും പരിവാരങ്ങളൊക്കെ ആയി. ഒരു രാജ്ഞിയുടെ കുറവ് കൂടി ഉണ്ടവിടെ. ചിരിക്കൊന്നും വേണ്ട. ആ കുറവ് നികത്താൻ അമ്മാവനെ കാണാൻ ഇന്നോ നാളെയോ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. രാജാവാക്കിയത് പോരെ? ഇനി പട്ടമഹിഷയും അമ്മാവൻ തന്നെ സംഘടിപ്പിച്ച് തരണോ? പട്ട ഞാൻ സംഘടിപ്പിച്ചോളാം.
പക്ഷെ എന്നെ മഹിഷി അമ്മാവന്റെ കസ്റ്റഡിയിലാക്കി പോയില്ലേ? മോഹം കൊള്ളാം. നിനക്കെന്താ മോഹമില്ലേ? മോഹിച്ചാ പോരല്ലോ, തീരുമാനിക്കേണ്ടത് അച്ഛനല്ലേ. അമ്മാവൻ സമ്മതിക്കും, അതെനിക്ക് ഉറപ്പാ. ഒരു ദിവസം ഞാൻ വരും പല്ലക്കുമായിട്ട് എന്റെ തമ്പുരാട്ടിയെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവാൻ. പല്ലക്കൊന്നും ഹിസ് ഹൈനസ് അനന്ത പത്മനാഭന് കൊട്ടാരത്തിൽ ഒരുപാട് ജോലികളുണ്ട്. കൊട്ടറേ. എവിടെ? പറമ്പിൽ കക്കൂസിന്റെ പുറകില് വെള്ള സാരി ഉടുത്ത്. അത് നീ അവിടെ ചെന്ന് കുത്തിയിരുന്നപ്പോ നിന്റെ നിഴലിനെ കണ്ടതായിരിക്കും. ഞാൻ വെള്ള സാരി ഉടുത്തോണ്ടല്ലോ കുത്തിയിരുന്നത്. ഇത് തമ്പുരാട്ടിയുടെ പ്രേതം തന്നെ. തമ്പുരാനും ഉണ്ടായിരുന്നു. ഭാര്യയെ ആദ്യം അയച്ചതായിരിക്കും നമ്മളെ കുറിച്ച് അന്വേഷിക്കാൻ. ഇത് പ്രേതം തന്നെ. വെള്ള സാരി, പുക, പാട്ട്, നമ്മൾ രണ്ടും കട്ട പുക. പാട്ട് എവിടാ? അവിടെ എവിടെന്ന്? ഇത് ഞാനാ. ഇപ്പൊ വക്കീലിന് വിശ്വാസമായോ? ഇത്രയും കാലം വിശ്വാസമില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ ഈ പ്രേതങ്ങൾ ഒത്തുതീർപ്പിന് വഴങ്ങോ? ഒടുക്കത്തെ തീർപ്പിനേ വഴങ്ങൂ. ഞാൻ നോക്കിയിട്ട് ഇതിന് രക്ഷപ്പെടാൻ ഒരൊറ്റ വഴിയെ കാണുന്നുള്ളൂ. എന്ത് വഴി? ഈ വഴി. ഇതിനടിയിൽ കൂടി വഴിയുണ്ടായിരുന്നോ? ഓ, ത്വരങ്കം. ഉറുമീസേ, ഇതെവിടെ പോയി? ഇതാണ് വഴി. ഇതിലൊരു 3 എണ്ണം ഫിറ്റ് ചെയ്താൽ പേടിയൊക്കെ പമ്പ അടക്കും. ഉറുമീസേ, നീ പറഞ്ഞ നേരാ. 2 എണ്ണം അടിച്ചപ്പോ മനസ്സിനൊരു ധൈര്യം തോന്നും. അതല്ലേ ഇതിന്റെ ഒരു ഗുണം. ഉറുമീസേ, കസേര തനി ആടുവോ? ഒരിക്കലുമില്ല. പ്രേതം കസേര കയറിയിരുന്ന ആടുവോ? അത് നടന്ന് ക്ഷീണിക്കുമ്പോ കസേരയിലല്ല ഇദ്ദേഹത്തിന്റെ മടിയിൽ നിന്ന് ആടും. ആരാണ് ആദ്യം പ്രേതത്തെ കണ്ടത്? ഞാനാ കണ്ടത്. ഇവൻ കണ്ടു, പക്ഷെ ഞാനാ കണ്ടത്. എന്നാൽ അവിടെ ഇരിക്കൂ. ആദ്യം കണ്ട ആള് മാത്രം ഇരിക്കട്ടെ. ചിരിക്കണ്ട, കണ്ണടച്ച് പ്രാർത്ഥിച്ചോളൂ. ഇറങ്ങി വാടി. ഞാൻ എടിയല്ലേ, എടായാണ്. ഇറങ്ങ്. എങ്ങോട്ട് ഇറങ്ങാൻ? പോകൂ, പോകൂ, പോകൂ. വക്കീലെത്തി അങ്ങോട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇവൻ മാത്രമാണ് കണ്ടത്. പോകൂ. ആദ്യം കേട്ടത് അബദ്ധമായോ? പിടിക്കൂ അവനെ. അനന്താ, അവനെ എന്നെ ഒന്ന് പിടിക്കൂ. രക്ഷിക്ക്. പിടിച്ചു നിർത്ത്. എന്നെ പിടിക്കരുത്. ഈ ബാധയെ പിടിച്ചു നിർത്ത്. വിടണേ. പോകൂ, പോകൂ, പോകൂ. എങ്ങോട്ട് പോകാൻ? പാലവരത്തിലേക്ക് പോകൂ. ഞാൻ പാലായിക്ക് പൊക്കോളാം. അത് പോരാ, എന്നാ ഭരണിക്കാനത്തോട്ട് പോ. പാലമരത്തിലേക്ക് തന്നെ പോണം. ഭരണിക്ക് കയറാൻ തളപ്പില്ല. വാ. പോകൂ, മുണ്ട് എന്റെ മുണ്ട് പോകൂ, വിടുമന്ത്രം. പോകൂ. പാലമരത്തിലേക്ക് തന്നെ പോ. അതെന്റെ തന്തയോട് പറ. നിന്നെ ഞാൻ തളയ്ക്കൂടി. എന്റെ കർത്താവേ, നീ ഇത് കാണുന്നില്ലേ? ബാധ പോകുന്നുണ്ടോ? ബോധം പോകുന്നുണ്ട്. ഇപ്പൊ പോയി. പള്ളിയിൽ അച്ഛനെ കൊണ്ട് വെഞ്ചരിപ്പിച്ചാ മതി എന്ന് പറഞ്ഞതാ, കേട്ടില്ല. അവന്റെ ഒടുക്കത്തെ അടി. ഇദ്ദേഹം ഒരു പേരുകേട്ട ഒത്തീർപ്പ് വക്കീലല്ലേ?
ഒന്ന് പിടിച്ചു മാറ്റാനെങ്കിലും തോന്നിയില്ലല്ലോ ബ്രൂട്ടസ്. അയ്യോ 101 അടി അടിച്ചാലേ നിന്റെ ദേഹത്ത് കൂടിയ ബാധ പോവെന്ന് പറഞ്ഞിട്ട് അവന്മാര് 98 അടിച്ചുള്ളൂ. ആഹാ, അടിയൊക്കെ കൃത്യമായിട്ട് എണ്ണിയല്ലേ? പിന്നെ എണ്ണാതെ പൂജയ്ക്കെന്നും പറഞ്ഞ് ചൊള പോലെ തുട്ടിറക്കിയതേ ഞാനാ. നക്കി തരം പറയാതെ എന്റെ അനന്ത, എത്ര പോയാലെന്താ, ഇനി നമ്മള് രാജാവും മന്ത്രിയും അല്ലേ? ആണോ? ആ. പക്ഷെ ഒരു സംശയം. കേരള ചരിത്രത്തിൽ ഇന്നേ വരെ രാജാവും മന്ത്രി ഒരു മുറി കിടന്ന് ഉറങ്ങിയതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ആ, ഒരുമയുണ്ടെങ്കിൽ എരുമയുടെ പുറത്ത് എന്നാ കിടക്കാവുന്ന എരുമയുടെ പുറത്തോ പോത്തിന്റെ പുറത്തോ പോയി കയറി കിടന്ന് ഉറങ്ങണം മാപ്പിളെ. സപ്രപഞ്ച കട്ടിലിൽ കിടന്ന് കൊതി തീർന്നിട്ട് പോരെ എരുമയുടെ പുറത്ത് കിടക്കാൻ. പയ്യ തിന്നാ പനയും തിന്നാമെന്നല്ലേ? എന്ന് വെച്ചാരെങ്കിലും പന എന്നോടോ? പനയല്ല, പട്ടിയെ വരെ തിരുന്നൊരുത്തിന് എനിക്കറിയാം. അതാരാ? പറയില്ല, പക്ഷെ തുപ്പി കാണിക്കാം. വാസ്കോടിയാമ വെറും വാസ്തവനാക്കരുത് കേട്ടോ. അങ്ങനെ ഒരു പഴമൊഴി ഞാൻ കേട്ടിട്ടില്ലല്ലോ. ഇത് പുതുമൊഴിയാ. എന്നാൽ എന്റെ ജാതകത്തിലും രാജയോഗം ഉണ്ടെന്ന് ചേറ്റുവായിലെ ചത്തുപോയ ചാക്കോ ചിറ്റപ്പം പറഞ്ഞിട്ടുണ്ട്. രാജകൊട്ടാരത്തിലെ തൂപ്പുകാരനെങ്കിലും ആയാ മതിയായിരുന്നു. ശവം. എന്നാ കേട്ടോ, വീണ്ടും കേട്ടു. അതെന്ത് വ്യാടി? കൂടെ തന്നെ നിന്നോണേ. കണ്ടോ? ഇല്ല. അത് ഹോമവും കുർബാനയൊക്കെ വേസ്റ്റ്. നമുക്ക് ആ പഴയ ഒത്തുതീർപ്പ് പണി തന്നെ മതിയായിരുന്നു. നേരം വെളുത്തിരുന്നെങ്കിൽ സ്ഥലം വിടാമായിരുന്നു. അതുവരെ നമ്മൾ ഇവിടെ എങ്ങനെ കഴിച്ചു കൂട്ടും? ഇതൊരു പഴയ മലയാളം പടത്തിലെ പാട്ടല്ലേ? എന്നാ പഴയ മലയാളം പ്രേതമായിരിക്കും. ഇതൊരു പുതിയ തമിഴ് പാട്ടല്ലേ? എന്നാ പുതിയ തമിഴ് പ്രേതമായിരിക്കും. ഈശ്വര, ചതിച്ചോ? പ്രേതത്തിന്റെ കയ്യിൽ ടേപ്പ് കാണോ? ആണോ? ഇത് ദുബായിൽ നിന്ന് വന്ന അറബി പ്രേതമായിരിക്കും. അല്ലടാ പുല്ലേ, ഇത് മനുഷ്യപ്രേതമാടാ. പിടിയെടാ അവളെ. അനന്താ, അവളെ വിടരുത്. അവൾ എങ്ങോട്ട് പോയി? അങ്ങോട്ട് പോയി നോക്കാമോ? മൊട്ടച്ചി നീയോ? നീ ഇവിടെ അറിയോ? ഇവൻ കോടതിയിൽ കള്ളസാക്ഷി പറയുന്നവനാ. ആണോടാ? എല്ലാരും അറിയും. നീ എന്തിനാ ഈ വേഷം കെട്ടി ഇവിടെ? ജീവിതം തന്നെ ഒരു വേഷം കെട്ടലല്ലേ ചേട്ടാ? അത് രാത്രി അതാടാ ഫിലോസഫി. ഞാൻ വിട്ട് പറയടാ, എന്തിനാടാ ഈ വേഷം കിട്ടിയത്? ഞാൻ പറയാ, നിങ്ങളെ ഈ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കാൻ അഡ്വക്കേറ്റ് ശങ്കരനാരായണനും മഹാദേവവർമ്മ തമ്പുരാനും കൂടെ ചേർന്ന എന്നെ ഈ ഫാൻസി ഡ്രസ് വേഷം കെട്ടിച്ച് ഇങ്ങോട്ട് അയച്ചത്. ഓഹോ, അങ്ങനെയാണ് സംഗതിയുടെ കിടപ്പ്. അങ്ങനെയാണെങ്കിലേ ഒറിജിനൽ ഭൂതപ്രേതാദികൾ വന്നാൽ തന്നെ ഞങ്ങള് ഭരണം തുടരാൻ തീരുമാനിച്ചെന്ന് ചെന്ന് പറഞ്ഞേക്കടാ. പോടാ പോടാ പോടേ.